പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമുക്ക് ഈ ആരാധന ആരംഭിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല പ്രവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പൻ. സംഗീതത്തോടെ അവിടെ സന്നദ്ധയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി. നാം ദൈവത്തിനുള്ളവർ ആകുന്നു. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ വിശുദ്ധാലയത്തിൽ അങ്ങയെ ആരാധിക്കുന്നതിനും അങ്ങയോടും ദൈവമക്കളോടും കൂട്ടായ്മ അനുഭവിക്കുന്നതിനും വിളിച്ചിരിക്കുക ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും അങ്ങയെ ആരാധിക്കുന്നതിന് സഹായിക്കണമേ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പെന്തക്കോസ്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് ഈ ആരാധനയിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സ്തുതികൾ ഞങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ ഇടയാകണമേ. തിരുവചനം കേൾക്കുന്നതിനും ധ്യാനിക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും ഈ ആരാധന മൂലം സഹായിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 12ാമത്തെ ഗീതം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് പാടാം. 12ാം ഗീതം. Amen.
നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരാധനക്രമം സ്തുതിലിത്താനി 4-ാം ഭാഗം 6-ാം പുറം. സ്തുതിലിത്താനി 4-ാം ഭാഗം 6-ാം പുറം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കുക, നാം സ്തോത്രത്തോടെ അവിടെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാമോ അവിടുന്ന് നയിക്കും ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടുത്താം. കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്തുപോയ പലവിധമായ പാപങ്ങളും കുറ്റങ്ങളും വളരെ താഴ്മയോടും വിനയത്തോടും കൂടെ തിരുസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. താഴ്മയും സൗമ്യതയുമെന്നൽ അനുദിനം വളർന്നിടുവാൻ താവകാത്മാവെൻ്റെ ഉള്ളിൽ വാണിടേണം നിത്യമായി. താഴ്മയും സൗമ്യതയുമെന്നൽ അനുദിനം വളർന്നിടുവാൻ താവകാത്മാവെൻ്റെ ഉള്ളിൽ വാണിടേണം നിത്യമായി. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൻ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഉണർന്ന് 10-ാം പുറത്ത് 1-ാമത് കാണുന്ന പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥനും പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിന് തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നോട്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായും തിരുസന്നിധിയിൽ സ്തോത്രം കരയറ്റാം. സ്തോത്ര പ്രാർത്ഥനയ്ക്കായി ആരാധനക്രമം 15-ാം പുറത്തുള്ള ലിത്താനിയിൽ നമുക്ക് പങ്കുചേരാൻ ഓരോ അപേക്ഷയുടെയും പിന്നാലെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നുവെന്ന് സഭ പ്രതിവാക്യമായി ചൊല്ലുക. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹമുള്ളവനാകയാൽ അങ്ങ് സകലത്തെയും ഭരിക്കുന്നതുകൊണ്ട്, ക്രിസ്തുയേശുവിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട്, മാതാപിതാക്കന്മാർ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പലവിധത്തിൽ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി
സഭാശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റ് സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റ് ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി, ദിനംപ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തുണയായിരുന്നതിനായും പ്രതിസന്ധികൾ ദൈവനടത്തിൽ ലഭിച്ചതിനായും, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി, ദൈവവചനം എന്ന വിശിഷ്ടദാനത്തിനായി, ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും, നാം അനുഭവിക്കുന്ന നിത്യജീവൻ്റെ പ്രത്യാശയ്ക്കായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിൽ എല്ലായ്പ്പോഴും ആശ്രയിപ്പാൻ ഞങ്ങൾ കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും അവിടെ സ്നേഹം ഞങ്ങൾ ഒരിക്കലും കൈവിടുകയില്ലെന്നും സർവ്വകാലത്ത് നിത്യജീവങ്ങളുടെ അഭയസ്ഥാനമാകുന്നുവെന്നും വിശ്വസിപ്പാൻ കൃപയല്ലണമേ. തികഞ്ഞ പരമാർത്ഥയോടെ അവിടുത്തെ പിന്തുടരാനും പ്രശാന്തവും സംതൃപ്തമായ മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശുമിശിഹാ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 282-ാമത്തെ ഗീതം ചേർന്ന് പാടാം. 282-ാം ഗീതം. Krishna
അതിൻ്റെ 33 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വാക്യം പ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 119 33 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വാക്യം പ്രതിവാക്യമായി വായിക്കാം. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാനതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാനതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. ആരാധനക്രമം 21-ാം പദം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഭാഗ്യവചനങ്ങൾ നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശം ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതിയുക്ത ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, ഇപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിൽക്കുമ്പോൾ തന്നെ ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല. യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദം ഉണ്ടായി. അവർ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിക്കാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവർ മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികൾ ആകുന്നു. മണവാട്ടി ഉള്ളവൻ മണവാളൻ ആകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ
നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരേണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം, ആരാധനക്രമം 22-ാം ഖുർആൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടെ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാവമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകളമടക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ശാന്തമായി ദൈവസന്നിധിയിൽ വിനയപ്പെടാം. ഈ ഞായറാഴ്ച ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി നന്ദി കരയറ്റാം. അനേകം പേർക്ക് ലഭ്യമാകാത്ത ഒരു നല്ല അവസരം നമുക്കായി ദാനം ചെയ്തുവല്ലോ. കഴിഞ്ഞൊരു ഞായറാഴ്ചയുടെ പ്രഭാതം കാണുകയും അതിൻ്റെ സന്തോഷം അനുഭവിക്കുകയും ചെയ്ത പലരും ഈ ലോകം വിട്ട് എടുക്കപ്പെട്ടിരിക്കുന്നു. പലരും പലവിധമായ ഭാരങ്ങളാൽ, രോഗത്താൽ ഭാരപ്പെടുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായി തിരുസന്നിധിയിൽ നന്ദി കരയറ്റാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവിക സന്നിധിയിൽ അറിയിക്കുവാൻ തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ലോകരാജ്യങ്ങളിലും നേരിട്ടിരിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് ഓർക്കാം. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകം വിട്ട് എടുക്കപ്പെട്ടു. അനേക ലക്ഷം പേർ രോഗാവസ്ഥയിൽ ഭാരപ്പെടുമ്പോൾ അവരുടെ സൗഖ്യത്തിനായി, ആരോഗ്യത്തിനായി നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ഇടവകയെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കാം. മുഴുവൻ കുടുംബങ്ങളെയും ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചുവല്ലോ. പലവിധമായ പ്രയാസങ്ങളിലും രോഗങ്ങളിലുമായിരിക്കുന്ന വ്യക്തിജീവിതങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. അവരുടെ ആരോഗ്യത്തിനായി ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ വളർന്നു വരുന്ന കൊച്ചു പൈതങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഈ നാളുകളിൽ ഓൺലൈനിലൂടെ പഠനജീവിതം കാഴ്ചവെക്കുന്ന പഠിക്കുന്ന നമ്മുടെ മക്കളെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. പരീക്ഷകൾ എഴുതി വിജയത്തിനായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന പ്രിയ പൈതങ്ങളെയും ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിലെ യുവതിയുവാക്കൾ, കുടുംബസ്ഥരായി കഴിയുന്നവർ, വാർദ്ധക്യത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർ, വിധവമാരായി കഴിയുന്ന വ്യക്തിജീവിതങ്ങൾ എല്ലാവരെയും ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ ഇടവക കമ്മിറ്റി, അതോടൊപ്പം തന്നെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന കപ്പയാർ, സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലവിധമായ ആവശ്യഭാരത്തോടുകൂടെ ആലയത്തിലായിരിക്കുന്നവരുണ്ട്.
ഈ ആലയം വിട്ട് മടങ്ങിപ്പോകുമ്പോൾ പൂർണ്ണമായ ദൈവീക നന്മ അനുഭവിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുവാൻ ദൈവം അവർക്ക് കൃപ നൽകട്ടെ. അതിനായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ദേശത്തെ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചുവല്ലോ. തുറന്നും അനുകൂലമായ സാഹചര്യങ്ങൾ ലഭ്യമാകുന്നതിന് ഈ ദേശത്തെ ദൈവം കാത്തു പരിപാലിക്കുവാൻ ഒരു നിമിഷം ഈ പ്രദേശത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ഇടവക ഉൾപ്പെടുന്ന ഡിസ്ട്രിക്റ്റ്, അതോടൊപ്പം തന്നെ മഹാ ഇടവക ദക്ഷിണേന്ത്യ സഭയെ മൊത്തമായി നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. അഭിവന്യ തിരുമേനിയെയും മഹാ ഇടവക ഭാരവാഹികളെല്ലാം തിരുകരങ്ങൾ സമർപ്പിക്കാം. അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ ദൈവം കൃപ നൽകട്ടെ. അതിനായി ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം ഇന്ന് കേൾക്കുന്ന ദൈവിക വചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. വചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യകരമായി തീരണമേ എന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ആവശ്യങ്ങൾ അലട്ടിടുമ്പോളേശുവൻ മുൻപിൽ മുഴങ്കാലിൽ നിന്നിടും ഞാൻ. ഏതും സഹായമില്ലെന്നു തോന്നും നേരമേശുവൻ പൊൻകരം കണ്ടിടും ഞാൻ. ഏതും സഹായമില്ലെന്നു തോന്നും നേരമേശുവൻ പൊൻകരം കണ്ടിടും ഞാൻ. എൻ ദൈവമേ, നിന്നെ കണ്ടൊരു നാൾ മുതലെന്നുള്ള ആനന്ദ സമ്പൂർണമേ. നിന്നെ പിരിഞ്ഞൊരു നാളും വാണിടുവാൻ മന്നൽ തെല്ലും കൊതിച്ചിടില്ല ഞാൻ. നിന്നെ പിരിഞ്ഞൊരു നാളും വാണിടുവാൻ മന്നൽ തെല്ലും കൊതിച്ചിടില്ല ഞാൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ആലയത്തിൽ വരുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകിയല്ലോ. 2 3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാവശ്യാലും അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ്, ഞങ്ങളുടെ ശുശ്രൂഷയിലും അവിടുത്തെ കൃപ പകരുന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു. വ്യത്യസ്തങ്ങളായ ആവശ്യഭാരത്തോടുകൂടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്ത വിവിധങ്ങളായ വിഷയങ്ങളെ തിരുസന്നിധിയിൽ ഒന്നുകൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആരാധനയുടെ ശേഷിക്കുന്ന ഭാഗത്തും അവിടുത്തെ കൃപ അനുഭവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് യോഗ്യരാക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനത്തിനായി സ്തോത്രം. വചനം സംസാരിക്കുന്ന പ്രിയ മകനെയും അവിടുത്തെ പരിശുദ്ധാത്മ നിറവിനാൽ ശക്തീകരിക്കണമേ. ഇവിടെ ആയിരിക്കുന്ന കേൾവിക്കാരായ ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ച് വേർതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ട സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. യഹോവയ്ക്ക് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പൻ. കാഴ്ചയുമായി അവിടെ സന്നദ്ധിയിൽ ചെല്ലുവൻ. യഹോവയുടെ സന്നദ്ധിയിൽ വെറുങ്കൈയായി വരരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തരും താന്താൻ്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. ഒരുവന് മനസ്സിലക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്ത പോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവൻ ദൈവപ്രസാദം ലഭിക്കും. കൊയർ മനോഹരമായ ഗാനം ആലപിക്കും. ആ സമയത്ത് മേശമേൽ സ്തോത്ര കാഴ്ച അർപ്പിക്കാവുന്നതാണ്.
പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്തോത്രം അർപ്പിച്ചിരിക്കുന്നത് ജന്മദിന സ്തോത്രവുമായി റോസ്ന റോബി SP ഹൗസ്. മറ്റ് സ്തോത്രവുമായി അതുൽ രാജ് മിഷൻ ഹൗസ്, രാഹുൽ രാജ് മിഷൻ ഹൗസ്, രാജൻ രാഖി ഭവൻ. മറ്റ് നാം അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായ സ്വർഗീയ പിതാവായ ദൈവമേ, ഈ മനോഹരമായ നല്ല ദിനത്തിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആലയത്തിൽ വരുന്നതിനും തിരുസന്നിധിയിൽ സ്തോത്രമർപ്പിക്കുവാൻ അവിടുന്ന് കൃപ നൽകിയല്ലോ. പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന കൊച്ചു പൈതലിനായി പ്രാർത്ഥിക്കുന്നു. ഒരു വർഷക്കാലഘട്ടം അനുഗ്രഹീതമായി പ്രിയ പൈതലിന് ദൈവം വഴി നടത്തിയല്ലോ. പുതിയ വർഷത്തിലും പുതിയ കൃപകളും ഉന്നമനവും അംഗീകാരവും കൊണ്ട് അവിടുന്ന് ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് കാഴ്ചകൾ അർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങൾ സമർപ്പിക്കുന്നു. ഏതുദ്ദേശങ്ങൾക്കായി കാഴ്ചകൾ അർപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നതിന് മുമ്പ് അവിടുന്ന് അറിയുന്നുവല്ലോ. മേശമേൽ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെയും തിരുകരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി നൽകുന്ന നന്മയുടെ ഒരു അംശം ഞങ്ങൾ ദൈവീയ കാര്യങ്ങൾക്കായി ചിലവിടുമ്പോൾ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവസന്നതയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ആഴ്ചയിൽ പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നവരുടെ പേര് ഈ സമയത്ത് വായിച്ച് കേൾപ്പിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആഴ്ചകളിൽ ജന്മനാളും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരുടെ പേര് വിവരങ്ങൾ വായിച്ച് കേൾപ്പിക്കട്ടെ. ശ്രീ സാബു കൃപാലയം, ശ്രീ ടൈറ്റസ് അനിൽ കോട്ടേജ്, ആഷിറ്റ സാഖ് നിറവിൽ, രേഖ രാഖി ഭവൻ. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾ ഗോപി ആൻഡ് രാജമ്മ പേരുമല. വിവാഹ വാർഷികവും ജന്മനാളും ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും APM നെടുമങ്ങാട് ദേവാലയത്തിൻ്റെ നാമധേയത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യവും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഞങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ ആരാധനയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ആരാധനയ്ക്ക് ശേഷം ഇടവക കമ്മിറ്റി അംഗങ്ങൾ ഒരു നിമിഷം പിന്മുറയിൽ ഒരുമിച്ച് കൂടേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരെങ്കിലും അറിഞ്ഞിരിക്കും, കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ദക്ഷിണ കേരള മഹാഇടവക സെക്രട്ടറി എന്നെ വിളിച്ച് ഒരു ട്രാൻസ്ഫർ ആവശ്യമായിരിക്കുമെന്ന് വിശദീകരിക്കുകയുണ്ടായി. ചില അച്ഛന്മാരെ അവസാന നിമിഷത്ത് അറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചില ക്രമീകരണങ്ങൾ അത് ഇന്നും നിലയുള്ളതല്ല, കാലാകാലങ്ങളിൽ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി ഒരു മാറ്റം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഓർഡർ ഞാൻ കൈപ്പറ്റിയിട്ടില്ല. എന്നാൽ ഞാൻ പോകുന്ന ഇടവകയ്ക്കും ആ ഡിസ്ട്രിക്റ്റിനെല്ലാം ഓർഡർ ലഭ്യമായിട്ടുണ്ട്. അതനുസരിച്ച് 1-ാം തീയതി മുതൽ അടുത്ത ഒരു സ്ഥലത്തേക്കാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ദിനം കൂടെയുള്ള ആരാധനയിൽ മാത്രമേ എൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ. എല്ലാവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 408-ാമത്തെ ഗീതം നമുക്ക് എഴുന്നേറ്റ് പാടാം. 408-ാം ഗീതം.
ഇന്ന് നാം സുവിശേഷ വേദഭാഗത്തിൽ വായിച്ചു കേട്ട യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ഹി മസ്റ്റ് ഇൻക്രീസ് ബട്ട് ഐ മസ്റ്റ് ഡിക്രീസ്. നമുക്കിരിക്കുന്ന ഇരിപ്പിൽ തന്നെ നമ്മുടെ കണ്ണുകളെ മൂടാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവാധികാരിയായ ദൈവമേ, ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവാനും സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് സകല ജനങ്ങളെയും ശിഷ്യരാക്കുവാനും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അവിടുത്തെ സ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തുവാനായി ഞങ്ങളെ ശിഷ്യരാക്കി നിയോഗം നൽകിയ അങ്ങയുടെ പുത്രനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അങ്ങയെ ശുശ്രൂഷിപ്പാനായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രചോദിപ്പിച്ചുകൊണ്ട് സജ്ജരാക്കി ശക്തീകരിക്കണമെന്ന് ഏറ്റവും താഴ്മയായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. വചനപ്രഘോഷണത്തിലായിരിക്കുന്ന അടിയങ്ങളെയും അടിയങ്ങളെ പ്രിയപ്പെട്ട സഭാവിശ്വാസികളെയും ഈ സ്ക്രീനിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ ജനത്തെയും തിരുകരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാപവഴികൾ ഉപേക്ഷിക്കുന്നവരായ ഞങ്ങളെ രൂപപ്പെടുത്തി നേരും ദൈവഭക്തിയുമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ ഞങ്ങൾ നീയോ വളരണം, ഞാനോ കുറയണം എന്ന് നിരന്തരം പ്രാർത്ഥിക്കുവാനായി വിശ്വാസത്താൽ കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിലെ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഏകദൈവമായി അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ക്രിസ്തു വഴി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദക്ഷിണേന്ത്യ സഭയായി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സാക്ഷ്യമാകുന്ന ശിഷ്യത്വം, ഡിസൈപ്പിൾഷിപ്പ് ആസ് വിറ്റ്നസ്. സാക്ഷ്യമാകുന്ന ശിഷ്യത്വം, അതിന് ആധാരമായ തിരുവെഴുത്തുകൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെയും, തീത്തോസ് 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവെഴുത്തും, സങ്കീർത്തന വേദഭാഗം 119-ാം സങ്കീർത്തനം 33 മുതൽ 48 വരെയുള്ള തിരുവെഴുത്തുകളും, സുവിശേഷ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുമുള്ള തിരുവെഴുത്തുകളാണ്. ശിഷ്യൻ, ശിക്ഷണം, ശിക്ഷത്വം, ഈ പദങ്ങളെല്ലാം ഒരേ ചിന്തയിൽ നിന്നും രൂപപ്പെട്ട വാക്കുകളാണ്. ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഗുരുവിൽ നിന്നും ശിക്ഷണത്തിലൂടെ ശിഷ്യത്വം നേടുന്നവനാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. ഈ പ്രക്രിയയിൽ 2 വ്യക്തികളാണ് പ്രസക്തരാകുന്നത്. അതായത് ഗുരുവും ശിഷ്യനും. ഗുരു എന്ന വാക്കിനർത്ഥം ഇരുളകറ്റുന്നവൻ, അല്ലെങ്കിൽ വേറൊരു ഭാഷയെ പറയാം ഇരുള് അകറ്റുന്നവൻ. അപ്പൊ ഇരുളകറ്റുന്നവനാണ് ഗുരു. ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഗുരുവിൽ നിന്ന് ശിക്ഷണം ലഭിക്കുന്നവൻ.
വിശുദ്ധ സുവിശേഷ വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി എന്നാണ്. ക്രിസ്തീയ ശിഷ്യത്വം നിരന്തരമായ അന്വേഷണമാണ്. മത്തായി 7:7 പറയുന്നത്, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? കണ്ടെത്തും. മത്തായി 6:33 ദൈവവചനം പറയുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ശക്തമായി പറയുന്ന ഒരു വാക്യമുണ്ട്. 2 തീമോഥെയോസ് 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ അറിവ് അനുഭവത്തിൻ്റെ ബലത്തിലുള്ള അറിവാണെന്ന് വ്യക്തമായും ഈ തിരുവെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗലൂസ് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ആരെ വിശ്വസിച്ച് ജീവിക്കുന്നു, ആര് നമ്മളെ നയിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അപ്പോസ്തലനായ പൗലൂസിന് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലും ഇന്ന് രാവിലെ തിരുവെഴുത്തിലൂടെയൊക്കെ നമ്മൾ ചിന്തിച്ച പ്രകാരം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെയൊക്കെ വായിക്കുമ്പോൾ ജീവിതത്തിലെ നന്മകളെയൊക്കെ കൂടുതലായിട്ട് പൗലൂസ് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെയൊക്കെ അനുഭവത്തിൻ്റെ ബലത്തിൽ എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയണം. നമ്മളെ തിയോളജിക്കൽ വിദ്യാഭ്യാസമല്ല, അതിനേക്കാൾ അപ്പുറമായും സ്വയം അനുഭവത്തിൻ്റെ ബലത്തിൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, ആരുടെ സാക്ഷിയായിട്ടാണ് ഞാൻ ഒരു ശുശ്രൂഷകനായിട്ട് നിൽക്കുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. അപ്പോസ്തലനായ പൗലൂസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. ഈ അറിവ് അനുഭവത്തിൻ്റെ ബലത്തിലുള്ള അറിവാണ്. ഞാൻ ആശ്രയിക്കുന്ന ആശ്രയവും ഞാൻ വിശ്വസിക്കുന്ന ആളെയും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസ പ്രഖ്യാപനമാണ് പൗലൂസ് നൽകുന്നത്. സങ്കീർത്തനം 34:8 പറയുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമ്മൾ ഭാഗ്യവാന്മാരുടെ ഗണത്തിലുള്ളവരാണ്. ഭാഗ്യവാന്മാരുടെ അനുഭവം ഇന്നലെ 84-ാം സങ്കീർത്തനത്തെ ആധികാരികമാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഭാധ്യക്ഷൻ പ്രസംഗിക്കുകയുണ്ടായി. അതിലൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഭാഗ്യവാന്മാരാണെന്നുള്ള ഒരു അനുഭവം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ അനുനിമിഷവും ഉണ്ടായിരിക്കണമെന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഞാനൊരു യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്നതുകൊണ്ട് ഞാൻ ഭാഗ്യവാനെന്ന് എനിക്ക് പറയാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, യേശുവിൻ്റെ ശിഷ്യനായി തീർന്നതിന് ശേഷം ഞാൻ ഭാഗ്യവാനായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ട്, എൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന് എനിക്ക് ആരുടെ മുന്നിലും പറയാൻ കഴിയും. അല്ല എങ്കിൽ എൻ്റെ ജീവിതം ഞാൻ പലപ്പോഴും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു നെല്ലിക്ക പോലെ ഒരു വേദന എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ദൈവം നൽകി. അപ്പൊ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്നുള്ളൊരു പദവി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ദൈവ അനുഭവത്തിന് വലിയ സ്ഥാനമുണ്ട്. ഈ ദൈവിക അനുഭവം എനിക്കും നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിൽ ഈ പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് ഈ ദേവാലയത്തിൽ വരുവാൻ ഇടയായത്. ഈ ദൈവിക അനുഭവത്തിൽ ദൈവം ആരാണെന്ന് രുചിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. സങ്കീർത്തനം 119:42 പറയുന്നത്, ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട്
ഉത്തരം പറയുവാൻ ഞാൻ ആരാകുന്നു, പ്രാപ്തനാകുന്നു എന്നാണ് ഇന്ന് നമ്മൾ വായിച്ച 119 സങ്കീർത്തനത്തിന്റെ 42 വാക്യത്തിൽ നമുക്ക് പറയുവാൻ കഴിയുന്നത്. അപ്പൊ അനുഭവിച്ചറിയേണ്ടവനെ വേണ്ടവണ്ണം അറിയുവാൻ കഴിയുന്നില്ല എന്നതാണ് ശിഷ്യത്വത്തിന്റെ ഇന്നത്തെ പരാജയത്തിനുള്ള പ്രധാന കാരണം. എനിക്കും നിങ്ങൾക്കും പരാജയങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് അനുഭവിച്ചറിയേണ്ടവനെ വേണ്ടവണ്ണം ഞാനും നിങ്ങളും അനുഭവിച്ചറിഞ്ഞില്ല എന്നുള്ള കാര്യം തന്നെയാണ്. 2 തീമോഥെയോസ് 1:12 പറയുന്നത്, അവൻ എൻ്റെ ഉപാധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ ഒരു വിശ്വാസം നമുക്കും ഉണ്ടാകണം. നമ്മളത് ഇന്ന് അച്ഛൻ പരസ്യം പറഞ്ഞതിലും അച്ഛൻ പറഞ്ഞത്, എന്നെ പെട്ടെന്ന് വെള്ളിയാഴ്ച എന്നെ അറിയിച്ചു, മഹാടവസക്കത്തെ അറിയിച്ചു എന്നാണ് അച്ഛൻ പറയുവാനിടയായത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻ എൻ്റെ ഉപാധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ആ ശക്തനായ ഒരു ദൈവം എനിക്കുള്ളത് കൊണ്ട് എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, 4 ദിക്കിൽ നിന്നും പ്രതികൂലത്തിന്റെ കാറ്റ് ആഞ്ഞടിച്ചാലും ഒരു ദൈവ പൈതലിന് ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ശിഷ്യത്വം ഏറ്റുവാങ്ങിയ നമുക്ക് ദൈവത്തിന്റെ കാൽവറി ക്രൂശോളം ദൈവത്തിന്റെ മാറോട് ചേർന്നുകൊണ്ട് നമുക്ക് മുന്നേറാം. ഒരു ക്രിസ്തീയ വിശ്വാസി ശിഷ്യത്വത്തിന്റെ മഹത്വത്തിലേക്ക് ഉയരുന്നത് തന്റെ ക്രിസ്തു അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ക്രിസ്തു അനുഭവമുള്ളവരായി നമുക്ക് രൂപാന്തരപ്പെടാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഞാനും നിങ്ങളും വിറ്റ്നസ്സാണ്, നമ്മൾ സാക്ഷികളാണ്. അപ്പൊ എന്നെയും നിങ്ങളെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഭൂലോകത്തിന്റെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാൻ മാത്രമാണ്. അപ്പൊ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്കുള്ള ക്ഷണം സാക്ഷികളാകാനുള്ള ക്ഷണമാണ് പ്രിയമുള്ളവരെ. അപ്പൊ ക്രിസ്തു ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട നമുക്ക് ഈ ശിഷ്യത്വം പൂർണ്ണമായി നമുക്ക് ഏറ്റെടുക്കാം. അതിലൂടെ മാത്രമേ ക്രൈസ്തവ സഭയ്ക്ക് അതിന്റെ ദൗത്യ നിർവഹണത്തിനും അർത്ഥപൂർണമായും ഇടപെടുവാനും എനിക്ക് നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മെ വിളിച്ച ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ സാക്ഷ്യമുള്ള ജീവിതങ്ങളായി നമുക്ക് രൂപാന്തരപ്പെടാം. ഇന്ന് നമ്മൾ ഇന്നത്തെ തിരുവെഴുത്തിലൂടെ ചിന്തിക്കുമ്പോൾ 3 ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സ്വയത്യാഗം നമുക്കുണ്ടാകണം. നമ്പർ 1, സ്വയത്യാഗം, സെൽഫ് സാക്രിഫൈസ്. അതിനാസ്പദമായ തിരുവെഴുത്താണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവെഴുത്തുകൾ. രണ്ടാമതായി ഇന്നത്തെ ലേഖന വേദഭാഗം തീത്തോസ് 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവെഴുത്തുകൾ. അവിടെ പറയുന്നത് ഫലം കായ്ക്കുക. ഞാനും നിങ്ങളും ശിഷ്യത്വത്തിൽ നിൽക്കുമ്പോൾ ഫലം കായ്ക്കുന്നവരായി മാറണം. ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫ് ഉള്ളവരായി ഞാനും നിങ്ങളും മാറണം. മൂന്നാമതായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുന്നത് സ്വയം ശൂന്യതയിലേക്ക് വരുന്ന ഒരു അനുഭവം, സെൽഫ് എംപ്റ്റി എന്ന് പറയാം. അപ്പൊ സ്വയം ശൂന്യതയിലേക്ക് വരുന്ന അനുഭവം, ഇതാണ് ശിഷ്യത്വത്തിന്റെ അർത്ഥവ്യാപ്തി എന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അപ്പൊ ശിഷ്യത്വത്തിന്റെ സാക്ഷ്യമാകുവാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് സ്വയത്യാഗമാണ്. ഈ സ്വയത്യാഗത്തെ പറ്റിയാണ് ഇന്നത്തെ പഴയ നിയമ വേദഭാഗത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 15 വരെയുള്ള തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ഈ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എലീശ ഏലിയാവിന്റെ അഭിഷേകത്തിനായി ആഗ്രഹിക്കുമ്പോൾ എലീശയുടെ ഇഷ്ടമല്ല, ഏലിയാവ് പോകുന്നിടത്തേക്ക് പോകുവാൻ എലീശ കാണിച്ച ആർജവം അത് എന്നെ പോലുള്ള ശിഷ്യന്മാർക്കില്ലാതെ പോയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതങ്ങളിലെ പരാജയത്തിന്റെ പ്രധാന കാരണം. അപ്പൊ എലീശ ഏലിയാവിന്റെ അഭിഷേകത്തിനായി ആഗ്രഹിക്കുമ്പോൾ എലീശയുടെ ഇഷ്ടമല്ല അവിടെ പറഞ്ഞത്. ഏലിയാവ് പോകുന്നിടത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യനാണ് എലീശ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ഏലിയാവ് എലീശയോട്
ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരയണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ അങ്ങനെ ഉണ്ടാകുകയില്ല എന്നാണ് പറയുന്നത്. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിഞ്ഞു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിക്കുകയാണ്. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തൻ്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുറപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്നതായി വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഏലിയാവിന്മേൽ വീണ പുതപ്പ് കൊണ്ട് എലീശ വെള്ളത്തെ അടിക്കുകയാണ്. അപ്പൊ വെള്ളത്തെ അടിച്ചപ്പോൾ ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്നവൻ പറയുകയാണ്. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരയിലേക്ക് അല്ലെങ്കിൽ ഇക്കരയിൽ എത്തിയെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ യെരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചകന്മാർ അവനെ കണ്ടിട്ട്, ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് അവന്റെ മുമ്പിൽ സാക്ഷാംഗം വീണ അനുഭവം. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതം കണ്ട് മറ്റുള്ളവർ സാക്ഷ്യം പറയുന്നവരായി മാറണം. അതാണ് യെശയ്യാ പ്രവാചക പുസ്തകം 53-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ പറയുന്നത് അങ്ങനെയാണ്: അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരുന്നു എന്ന് വിചാരിച്ചു. ഈ ഒരു വിചാരമാണ് പലർക്കും ദൈവശിഷ്യന്മാർ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ള കൺസെപ്റ്റ്. പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ ആ ഒരു പൂർത്തീകരണം മർക്കോസിന്റെ സുവിശേഷം 10:45 പറയുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നത്. യോഹന്നാൻ 13-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവെഴുത്തുകൾ എന്നെ പോലുള്ള പുരോഹിതന്മാർ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. പ്രിയമുള്ളവരെ, യേശുവിന്റെ കാൽ കഴുകൽ ശുശ്രൂഷയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശുശ്രൂഷയുടെ മറ്റൊരു ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്, ഒരു ആവിഷ്കാരമാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5-ാം വാക്യത്തിൽ പറയുന്നത്: അത്താഴത്തു നിന്നും എഴുന്നേറ്റ് വസ്ത്രം ഊരിവച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഇതാണ് യേശുനാഥന്റെ മാതൃക. ഇന്ന് എത്ര പുരോഹിതർ അത് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ യേശു നമ്മെ വിളിച്ചിരിക്കുന്നത് സ്വയത്യാഗത്തിലാണ്. അപ്പൊ എലീശ സ്വയത്യാഗം ചെയ്യുവാൻ തയ്യാറായി. അതുകൊണ്ട് ദൈവവചനം എന്നോടും വ്യക്തമായി സംസാരിക്കുന്നു: മകനെ, നീ സ്വയത്യാഗം ചെയ്യുവാൻ തയ്യാറാകണം. പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒന്ന് സ്വയത്യാഗം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. സ്വയത്യാഗം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായേ തീരും. രണ്ടാമതായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുന്നത് ഇന്ന് വായിക്കേണ്ട തീത്തോസ് ലേഖനം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവെഴുത്തുകളെ ആധാരമാക്കിയാണ്. തീത്തോസ് 2:14 പറയുന്നത്: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. പ്രിയമുള്ളവരെ, പൗലൂസ് പറയുന്നത് അങ്ങനെയാണ്. പൗലൂസ് തീത്തോസിനോട് ഉപദേശിക്കുന്ന വചനമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ വ്യക്തമായി
തീത്തോസിനോട് പറയുകയാണ്, നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കണം. വൃതന്മാർ നിർമ്മതരും ഗൗരവവും സുബോധമുള്ളവരായിരിക്കണം. വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൽപ്രവൃത്തിക്ക് മാതൃകയുള്ളവനായിരിക്കണം ഒരു ശിഷ്യൻ. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ഉള്ളവനായിരിക്കണം ഒരു ശിഷ്യൻ. അതുപോലെ അത് വീണ്ടും അവിടെ പൗലോസ് പറയുന്നുണ്ട്, ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനമുള്ളവനായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുത്തരും നമ്മളെ പറ്റി ആക്ഷേപിക്കാത്ത തരത്തിൽ പത്യവചനം ഉള്ളിലുള്ളവനായിരിക്കണം ശിഷ്യൻ. സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവനായിരിക്കണം. എതിർ പറയുവാൻ, വഞ്ചിക്കപ്പെടുവാൻ ഒന്നും ഇടവരുത്തുവാനുള്ള സാഹചര്യം എൻ്റെ പ്രിയ മകനായ തീത്തോസെ നീ ചെയ്യരുത് എന്നാണ് പൗലൂസ് തീത്തോസിന് ആലോചന കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ വഞ്ചിക്കപ്പെടുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തരായിരിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. സകലത്തിനും നിന്നെ തന്നെ സൽപ്രവർത്തിക്ക് മാതൃകയുള്ളവനായിരിക്കുക. യോഹന്നാൻ 15-ാം അധ്യായം അതിന്റെ 8-ൽ പറയുന്നതും ഇങ്ങനെ തന്നെയാണ്, അധിക ഫലം കായ്ക്കണം. അപ്പൊ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അധിക ഫലം കായ്ക്കുന്നവരായി തീരണം. മത്തായി 7:16 മുതൽ 20 വരെ വായിക്കുമ്പോൾ ഫലത്താൽ തിരിച്ചറിയാം. അപ്പൊ നമ്മുടെ ഫലം കൊണ്ട് നമ്മെ തിരിച്ചറിയുവാൻ കഴിയണം. ലൂക്കോസ് 3-ാം അധ്യായം അതിന്റെ 8-ലും മത്തായി 3:8-ലൊക്കെ സമാന്തര സുവിശേഷ വേദഭാഗത്തിലൊക്കെ പറയുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അപ്പൊ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായി തീരണം. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നതും അത് തന്നെയാണ്. യാക്കോബ് 3:12, യോഹന്നാൻ 5:16 പറയുന്നത് ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. അപ്പൊ ഫലം നിലനിൽക്കേണ്ടതിനാണ് എന്നെയും നിങ്ങളെയും ദൈവം ആക്കി വച്ചിരിക്കുന്നത്. ഈ പ്രതികൂലാവസ്ഥയിലും നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന, ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഫലം നമ്മൾ നിലനിർത്തുവാൻ വേണ്ടിയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് നന്മകൾ, അനുഗ്രഹങ്ങൾ, ഇത് നമ്മൾ നിലനിർത്തണം പ്രിയമുള്ളവരെ. ഗലാത്യർ 5:22 പറയുന്നത് ആത്മാവിന്റെ ഫലമുള്ളവരായി നമ്മൾ മാറണം. ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വക വിരോധമായ ഒരു ന്യായപ്രമാണവും ഇല്ല എന്നാണ് പൗലൂസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നല്ല ഫലം പുറപ്പെടുവിച്ച സാക്ഷ്യമുള്ള ഒരു ശിഷ്യത്വം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ ഈ ലേഖന വേദഭാഗത്തു നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല ഫലം കായ്ക്കുന്നവരായി തീരണം. അപ്പൊ യേശുവിന്റെ ശിഷ്യനെന്നും അല്ലെങ്കിൽ ശിഷ്യ എന്നൊക്കെ എന്നെ നിങ്ങളെയൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ നല്ല ഫലം കായ്ക്കുന്നവരായി തീരണം. ആദ്യം നമ്മൾ പറഞ്ഞു സ്വയത്യാഗം ചെയ്യുന്നവരായി തീരണം. രണ്ടാമതായി നമ്മൾ ചിന്തിച്ചു നല്ല ഫലം കായ്ക്കുന്നവരായി തീരണം. മൂന്നാമതായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുന്നത് സ്വയം ശൂന്യതയിലേക്ക് വരണം. അതാണ് ധ്യാനവചനത്തിലൂടെ നമ്മളിന്ന് വായിച്ചു കേട്ടത്. അവൻ വളരെയണം, ഞാനോ കുറയണം എന്നുത്തരം പറയുന്നത്. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ യോഹന്നാൻ ശലേമിന് അരികത്ത് ഐനോനിൽ ജനത്തെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ്. അപ്പോഴേ യോഹന്നാൻ ശലേമിന് അടുത്ത് ഐനോനിൽ ജനത്തെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രക്ഷകനായ യേശുനാഥൻ യഹൂദ്യാദേശത്ത് സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് സന്ദർഭം. അപ്പൊ രണ്ടുപേര് സ്നാനം കഴിപ്പിക്കുന്ന ശുശ്രൂഷകളിലായിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർ യേശുവിൽ നിന്ന് സ്നാനത്തിനായി യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നുവെന്ന് യോഹന്നാനോട് വന്ന് പറയുകയാണ് ശിഷ്യന്മാർ. അപ്പോഴാണ് യോഹന്നാൻ പറയുന്നത്, അവൻ വളരണം, ഞാനോ കുറയണം. പ്രിയമുള്ളവരെ, കർത്താവിനേക്കാൾ വലിയ ശിഷ്യന്മാർ ജീവിക്കുന്ന ഈ കാലത്ത് യോഹന്നാൻ
അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ എനിക്ക് നിങ്ങൾക്കും ഒരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് കർത്താവിനേക്കാൾ വലിയ ശിഷ്യന്മാർ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളവരുമായി ശുശ്രൂഷ രംഗത്ത് ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 3:29 പറയുന്നത്, മണവാളൻ മണവാട്ടി ഉള്ളവൻ മണവാളൻ ആകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മെപ്പറ്റി പറയുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോടൊപ്പം നിന്ന് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവരോട് എതിർക്കുന്നവരായിട്ടല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരായി നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ പരസ്പര സ്നേഹമുള്ളവരായി, വിധേയത്വമുള്ളവരായി, യോഹന്നാനെ പോലെ ആ വിനയം ഉള്ളവരായി നമ്മൾ ആയിരിക്കണം. ആ യോഹന്നാൻ പറഞ്ഞതുപോലെ അവൻ വളരെയാണ്, ഞാനോ താഴെയാണ് എന്നുള്ളൊരു ചിന്ത. ഈ ഒരു ചിന്ത എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിൻ്റെ ശിഷ്യനായി അർത്ഥപൂർണമായ ജീവിതം നയിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുള്ളൂ. മറ്റുള്ളവർ അധികാര കേന്ദ്രത്തിന് സമീപിക്കാതെ നിയന്ത്രണ രേഖ നിർമ്മിച്ച് എന്നെ നിങ്ങളെയും മാറ്റി നിർത്തുമ്പോൾ ഈ സുവിശേഷ വേദഭാഗം ഒരു ഭയങ്കരമായ ഒരു സത്യമാണ് എന്നെ നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ത്യാഗം നമുക്ക് വേണം. ഡോക്ടർ KC ആബ്രഹാം പറഞ്ഞത് ഇങ്ങനെയാണ്, എവിടെ ത്യാഗമുണ്ടോ അവിടെ കർത്താവ് പ്രശോഭിക്കുന്നു. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ ത്യാഗമുണ്ടോ, എവിടെ വേദനയുണ്ടോ, എവിടെ ദുഃഖമുണ്ടോ, എവിടെ നിരാശയുണ്ടോ അവിടെ യേശുനാഥനുണ്ട്. മുനി നാരായണ പ്രസാദിന്റെ ഒരു വാക്യം, ഒരു ഭാഗമുണ്ട്. സുവിശേഷ വേദാന്ത ദൃഷ്ടിയിൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു പരാമർശം പറയുന്നുണ്ട്. അവിടെ പറയുന്നത് നാരായണ ഗുരുവിൻ്റെ 2 വരികളാണ്. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, എവിടെ വസിച്ചാലും യോഗിമാരുടെ മനസ്സെപ്പോഴും ബ്രഹ്മത്തിൽ വസിക്കുന്നു. പ്രിയമുള്ളവരെ, വനത്തിലായാലും നദീതടത്തിലായാലും ദൈവം എവിടെയാക്കിയാലും എന്നെ നിങ്ങളെ ആക്കിയിരിക്കുന്ന ശുശ്രൂഷ നിറപടിയായി നമുക്ക് ചെയ്യാം. യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ മൂല്യവും നിബന്ധനകളും കണ്ടെത്തി നമുക്ക് യേശുവിനെ അനുധാവനം ചെയ്യാം. ആ യേശുവിൻ്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സങ്കീർത്തനത്തിലൂടെ 119 സങ്കീർത്തനം അതിൻ്റെ 33 48 വാക്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ സഭാധ്യക്ഷൻ പ്രാർത്ഥിച്ച് ആശീർവാദം നൽകി ഈ സർവീസ് അവസാനിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കുവാൻ കഴിയണം. കർത്താവെ, 119 സങ്കീർത്തനം അതിൻ്റെ 33 വാക്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവെ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അവസാനത്തോളം അത് പ്രമാണിക്കും. 48 വാക്യത്തിൽ നമ്മൾ അവസാനിപ്പിച്ചു. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കും ഇങ്ങനെയാണ്, എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ എൻ്റെ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ച 3 കാര്യങ്ങളെ നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദൈവസനെ നമ്മെ തന്നെ വിനയപ്പെടുത്താം. ഒന്ന്, എലീശ പറഞ്ഞതുപോലെ സ്വയത്യാഗം എൻ്റെ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. രണ്ടാമതായി, ഫലം കായ്ക്കുന്നവരായി നമ്മൾ മാറണം. മൂന്നാമതായി, സ്വയം ശൂന്യതയിലേക്ക് വരുന്ന ആ ഒരു അനുഭവം. അങ്ങനെ സ്വയം ശൂന്യമാകുന്ന ഈ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നമ്മൾ എല്ലാവരെയും ഒരുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടാം. അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദം നൽകുന്നതാണ്. സത്യപാത കാട്ടിത്തന്നിടും, നീതിമാർഗം ഓതി തന്നിടും, സത്യപാത കാട്ടിത്തന്നിടും, നീതിമാർഗം ഓതി തന്നിടും, ക്രൂശിന്റെ സാക്ഷിയായി ധീരപടയാളിയായി ക്രിസ്തുവിനായി യുദ്ധം ചെയ്തിടാ, ക്രൂശിന്റെ സാക്ഷിയായി ധീരപടയാളിയായി ക്രിസ്തുവിനായി യുദ്ധം ചെയ്തിടാം. പോകനാം 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 ക്രിസ്തുവിൻ്റെ പിൻപെ പോകനാം, പോകനാം 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 ക്രിസ്തുവിൻ്റെ പിൻപെ പോകനാം. കണ്ണുനീർ തുടച്ചു നീക്കിടും, ആശിതർക്കാലംബമേകിടും, കണ്ണുനീർ തുടച്ചു നീക്കിടും, ആശിതർക്കാലംബമേകിടും.
ജീവനെ വെടിഞ്ഞു ലോക ഇമ്പം വെറുത്തു ക്രിസ്തുവിനായി പോർ ചെയ്തിടാം. ജീവനെ വെടിഞ്ഞു ലോക ഇമ്പം വെറുത്തു ക്രിസ്തുവിനായി പോർ ചെയ്തിടാം. പോകനാം 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 ക്രിസ്തുവിൻ്റെ പിൻപെ പോകനാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാലാകാലങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. വിശുദ്ധ ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെയും അവിടുത്തെ കൃപ പകർന്നുവല്ലോ. ഞങ്ങൾ കേട്ട ദൈവീക വചനത്തിനായി സ്തോത്രം. യഥാർത്ഥ ശിഷ്യത്വം പ്രാപിക്കുവാൻ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് സ്വയം ശൂന്യവൽക്കരിച്ച് ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിൽ ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ മടക്കയാത്രയിൽ അവിടുത്തെ കൃപ പകരണമേ. തുടർന്ന് ഞങ്ങൾ കാണുമ്പോഴും അവിടുത്തെ കുരിശിൻ്റെ മറവിൽ ഭവിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ ആശീർവാദം കേൾക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞാൻ നിങ്ങളെ വരവേൽപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും ഇന്ന് വന്നേക്കിരിക്കുമാറാകട്ടെ.